ഓം ശാന്തി 3-4-2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, നിങ്ങളുടെ ഈ പുതിയ വൃക്ഷം വളരെ മധുരമുള്ളതാണ്. ഈ മധുരമായ വൃക്ഷത്തിൽ തന്നെയാണ് കീടങ്ങളും വരുന്നത്. കീടങ്ങളെ സമാപ്തമാക്കുന്നതിനുള്ള മരുന്നാണ് മന്മന ഭവ. ബാബ തരുന്ന ഈ ജ്ഞാനം വളരെ മാധുര്യം നിറഞ്ഞതാണ്. ഇതാരാണോ ഗ്രഹിക്കുന്നത് അവരും വളരെ മാധുര്യമുള്ളവരായി മാറുന്നു. അങ്ങനെയുള്ള ആത്മാക്കളുടെ അടുത്താണ് മായ തൻ്റെ കീടങ്ങളെ അയക്കുന്നത്. അതായത് ഈ കീടങ്ങൾ വന്ന് ഈ ഇലകളെ നശിപ്പിക്കണം. എന്നാൽ ഇലകൾ നശിപ്പിക്കാതിരിക്കുന്നതിന് നാം ചെയ്യേണ്ടതാണ് മന്മനാഭവ. അതായത് മനസ്സ് ബാബയിൽ വയ്ക്കൂ. എത്രത്തോളം നമ്മുടെ കണക്ഷൻ ബാബയുമായിട്ടാണോ അത്രത്തോളം നമ്മുടെ അടുക്കൽ ഒരു കീടങ്ങളും വരില്ല, ഒരു മായയുടെ കളിയും നടക്കില്ല. ചോദ്യം: പാസ് വിത്ത് ഓണർ ആകുന്ന സ്റ്റുഡൻറ്റിൻ്റെ അടയാളം എന്താണ്? ഉത്തരം: അവർ ഒരു സബ്ജക്റ്റിൽ മാത്രമല്ല, എന്നാൽ എല്ലാ സബ്ജക്റ്റിലും പൂർണ്ണ ശ്രദ്ധ കൊടുക്കും. സ്ഥൂല സേവനത്തിൻ്റെയും സബ്ജക്റ്റ് നല്ലതാണ്. ധാരാളം പേർക്ക് സുഖം ലഭിക്കുന്നു. ഇതിലൂടെ മാർക്സും ശേഖരിക്കപ്പെടുന്നു. എന്നാൽ ഒപ്പത്തിനൊപ്പം ജ്ഞാനവും വേണം, ചലനവും വേണം. ദൈവീ ഗുണങ്ങൾക്ക് മേലും ശ്രദ്ധ വേണം. ജ്ഞാനയോഗം പൂർണ്ണമാകുമ്പോൾ പാസ് വിത്ത് ഓണർ ആകാൻ സാധിക്കും. പാസ് വിത്ത് ഓണർ അതായത് ബഹുമതിയോടെ പാസ്സാകുന്ന സ്റ്റുഡൻറ്റിൻ്റെ ലക്ഷണം എന്തെന്ന് ബാബ പറഞ്ഞു തരുന്നു. ബഹുമതിയോടെ പാസ്സാകുന്നവർ ഒരു വിഷയത്തിൽ മാത്രമല്ല, എല്ലാ വിഷയങ്ങളിലും പൂർണ്ണ ശ്രദ്ധ കൊടുക്കും. നമുക്ക് 4 വിഷയങ്ങളാണ് ഉള്ളത്: ജ്ഞാനം, യോഗം, ധാരണ, സേവനം. എല്ലാ വിഷയങ്ങളും വളരെ ശക്തമാണ്. എന്നാൽ ബാബ സ്ഥൂല സേവനത്തിനെക്കുറിച്ചും പറയുന്നു. വളരെ നല്ല സബ്ജക്റ്റാണ്. ധാരാളം പേർക്ക് സുഖം ലഭിക്കുന്നു. നാം ഒരു ചെറിയ ജോലി, അത് എങ്ങനെയുള്ള ജോലിയായാലും ബാബയുടെ വീട്ടിൽ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ തന്നെ ആകട്ടെ, ബാബയുടെ ഓർമ്മയിൽ ചെയ്യുന്നതിലൂടെ അതിൽ ബാബയുടെയും വൈബ്രേഷൻ നിറയുന്നു. ആ ജോലിയിലൂടെ എല്ലാവർക്കും സുഖം ലഭിക്കുന്നു. ഇങ്ങനെ സുഖം മറ്റുള്ളവർക്ക് ലഭിക്കുകയാണെങ്കിൽ അതിലൂടെയും നമ്മുടെ മാർക്ക് ശേഖരിക്കപ്പെടുന്നു. ജ്ഞാനവും വേണം, എന്നാൽ ചലനവും ദൈവീ ഗുണങ്ങൾ നിറഞ്ഞത് ആയിരിക്കണം. ജ്ഞാനമുണ്ടെങ്കിലാണ് ഏത് ദിശയിലേക്ക് പോകണം എന്നതറിയാൻ സാധിക്കുന്നത്. എന്നാൽ നമ്മുടെ ചലനവും ശ്രേഷ്ഠമാക്കുന്നതിന് ദൈവീ ഗുണങ്ങളിലും ശ്രദ്ധ കൊടുക്കണം. എന്തെല്ലാം ഗുണങ്ങൾ ദേവീ ദേവതകളിലുണ്ടായിരുന്നോ അത് നമ്മളിലും ഉണ്ടായിരിക്കണം. എപ്പോഴാണോ ഈ ജ്ഞാന യോഗത്തിൻ്റെ പഠിപ്പ് പൂർണ്ണമാകുന്നത്, എപ്പോഴാണോ നമ്മളിൽ എല്ലാം നിറയുന്നത്, അപ്പോഴാണ് പാസ് വിത്ത് ഓണർ അതായത് ബഹുമതിയോടെ പാസ്സാകാൻ സാധിക്കുന്നത്. ലോകത്തിലും സിലബസ് പൂർത്തിയാകുമ്പോഴാണ് പഠനം തീർന്ന് പരീക്ഷ എഴുതാൻ സാധിക്കുന്നത്. പരീക്ഷയിലൂടെ അറിയാൻ സാധിക്കും ആര് പാസ്സാകുന്നു, പാസ് വിത്ത് ഓണർ ആകുന്നു എന്ന്. അതുപോലെ എത്രത്തോളം നാം പഠനം പൂർത്തിയാക്കുന്നുവോ, യോഗം പൂർത്തിയാക്കുന്നുവോ, അത്രയും നാം ബഹുമതിയോടെ പാസ്സാകുന്നവരാകും. ഗീതം: അവർ നമ്മളിൽ നിന്ന് വേർപെടുന്നില്ല. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. തൻ്റെ ഉയർന്ന ഭാഗ്യമുണ്ടാക്കുന്നതിന് പരസ്പരം വളരെ പാൽക്കടലായിരിക്കണം. മാധുര്യത്തോടെ നിൽക്കണം. ഒരിക്കലും ഉപ്പുവെള്ളമാകരുത്. എല്ലാ വിഷയങ്ങളിലും പൂർണ്ണ ശ്രദ്ധ കൊടുക്കണം. 2. സദ്ഗതിക്കായി ബാബയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ശ്രേഷ്ഠ മതത്തിനനുസരിച്ച് നടക്കണം. എല്ലാവർക്കും ശ്രേഷ്ഠ മതം തന്നെ കേൾപ്പിക്കുകയും വേണം. സ്വർഗത്തിലേക്ക് പോകുന്നതിനുള്ള വഴി കാട്ടണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഉയർന്ന ഭാഗ്യം ഉണ്ടാക്കുന്നതിന്
നാം ആരുടെ കൂടെയാണോ ഉള്ളത് അവരുമായി പാൽക്കടൽ പോലെ ആയിരിക്കണം. പരസ്പരം സ്നേഹവും ഉണ്ടായിരിക്കണം, ബഹുമാനവും ഉണ്ടായിരിക്കണം. ഒരിക്കലും ഉപ്പുവെള്ളം പോലെ ആകരുത്. ഉരസലുകളും മുറുമുറുപ്പും ഒന്നും ഉണ്ടാകരുത്. എല്ലാ വിഷയങ്ങളിലും ഒരുപോലെ ശ്രദ്ധ കൊടുക്കണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നാം സദ്ഗതിയിൽ എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ബാബ നമ്മൾക്ക് ശ്രേഷ്ഠ മതം, അതായത് ശ്രീമതം തരുന്നത്. അതനുസരിച്ച് നടക്കണം. ആ ശ്രേഷ്ഠ മതം എല്ലാവർക്കും കേൾപ്പിച്ചു കൊടുക്കുകയും വേണം. നാം സ്വയം സ്വർഗത്തിലേക്ക് പോവുകയാണ്. ആ വഴി മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം. വരദാനം: ഓരോ ആത്മാവിനും ധൈര്യവും ഉല്ലാസവും നൽകുന്ന ദയാഹൃദയരും വിശ്വമംഗളകാരിയുമായി ഭവിക്കട്ടെ. ഒരിക്കലും ബ്രാഹ്മണ പരിവാരത്തിൽ ഏതെങ്കിലും ദുർബല ആത്മാവിനെ നിങ്ങൾ ദുർബലരാണ് എന്ന് പറയരുത്. താങ്കൾ ദയാഹൃദയരും വിശ്വമംഗളകാരിയുമായ കുട്ടികളുടെ വായിൽ നിന്ന് സദാ ഓരോ ആത്മാവിനെ പ്രതിയും ശുഭമായ വാക്കുകൾ വരണം. നിരാശപ്പെടുത്തുന്നത് ആയിരിക്കരുത്. അവർ എത്ര തന്നെ ദുർബലരായിക്കോട്ടെ, അവർക്ക് സൂചനയും ശിക്ഷണവും നൽകുക. എന്നാൽ ആദ്യം സമർത്ഥരാക്കിയിട്ട് ശിക്ഷണം നൽകൂ. ആദ്യം ഭൂമിയിൽ ധൈര്യത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും കലപ്പ ചലിപ്പിക്കണം. പിന്നെ വിത്തിടുകയാണെങ്കിൽ സഹജമായി ഓരോ വിത്തിൻ്റെയും ഫലം ഉണ്ടാകും. ഇതിലൂടെ വിശ്വമംഗളത്തിൻ്റെ സേവനം തീവ്രമായി തീരും. ബ്രാഹ്മണ പരിവാരത്തിലെ ഓരോ ആത്മാക്കളെയും ബാബ സ്വയം തിരഞ്ഞെടുത്തതാണ്. അങ്ങനെയുള്ള ആത്മാക്കൾ എല്ലാവരും വിശിഷ്ടരാണ്. ചിലർ നല്ല പുരുഷാർത്ഥം ചെയ്യുന്നവരായിരിക്കും, എന്നാൽ വേറെ ചിലർ കുറച്ച് പുരുഷാർത്ഥം ചെയ്യുന്നവരും ആയിരിക്കും. ആരാണോ കുറച്ച് പുരുഷാർത്ഥം ചെയ്യുന്നത് അതവരുടെ ദുർബലത കാരണമാണ് കുറച്ച് ചെയ്യുന്നത്. അവരോട് നിങ്ങൾ ദുർബലരാണ് എന്നൊരിക്കലും പറയരുത്. നിങ്ങൾ ദയാഹൃദയരാണ്, വിശ്വമംഗളകാരിയായ ബാബയുടെ കുട്ടികളാണ്. അങ്ങനെയുള്ള ബാബയുടെ കുട്ടികളിൽ നിന്ന് ഒരാളിനെ നിരാശരാക്കുന്ന തരത്തിലുള്ള ഒരു വർത്തമാനവും വരരുത്. ശുഭമായ വാക്കുകൾ മാത്രമാണ് വരേണ്ടത്. ഏതെങ്കിലും ദുർബലമായ ആത്മാവിന് ശിക്ഷണം നൽകണം, സൂചന നൽകണം എന്നുണ്ടെങ്കിൽ ആദ്യം അവരെ സമർത്ഥമാക്കിയിട്ടാണ് ശിക്ഷണം നൽകേണ്ടത്. സമർത്ഥമെന്നാൽ അർത്ഥവത്തായിട്ടുള്ളത്. ആദ്യം അവരിൽ ധൈര്യവും ഉല്ലാസവും വർദ്ധിപ്പിച്ച് പിന്നെ ഗുണങ്ങളുടെ വിത്ത് വിതറുകയാണെങ്കിൽ ഓരോ വിത്തും ഫലം ലഭിക്കുന്നത് ആയിരിക്കും. ഇങ്ങനെ വിശ്വമംഗളത്തിൻ്റെ സേവനം വളരെ തീവ്രമാകും. സ്ലോഗൻ: ബാബയുടെ ആശീർവാദം എടുത്തുകൊണ്ട് സദാ നിറവിൻ്റെ അനുഭവം ചെയ്യൂ. ഓം ശാന്തി.